ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ സുക്കുംബർ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു CS ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് ഞാനെങ്കിൽ ഈ ഗെയിമിൽ ഈ റൗണ്ടിലോട്ട് വരാൻ കുറച്ച് താമസിച്ചപ്പം തോക്കെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ USP ആണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത്. USP ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് നോക്കാം. അപ്പുറത്തെ ടീമിൽ ഒരാളും കൂടിയേ ഉള്ളൂ. ഇപ്പം നമ്മൾ 3 പേരുണ്ട്. നമ്മളുടെ ഒരു പ്ലെയറിനെയും കൂടി നോക്കാക്കിയിട്ടുണ്ട്. അവർ 4 പ്ലെയർ നോക്കാണ്. ഒരു പ്ലെയർ ആണ്ട് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത് USP ഇട്ടിട്ട് നമ്മൾ സൈഡിലോട്ട് ഇപ്പോൾ വന്നിരിക്കുവാണ്. അവനിങ്ങോട്ട് റഷ് ചെയ്താൽ നമ്മളെ ആകെ USP ഉള്ളു. ഇതിട്ടൊന്നും അടിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അവൻ ടീമിനെ റിവൈവ് ചെയ്യുന്നുണ്ടായിരുന്നു, അവൻ്റെ ടീംമേറ്റിന്. അപ്പോൾ ഞാൻ ആ റിവൈവ് ചെയ്തവനെ അടിച്ചു. അവനാണെങ്കിൽ പിന്നെ ആ ക്യാരക്ടർ സ്കില്ല് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ HP വലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ HP പതുക്കെ കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ കില്ല് നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ ടീംമേറ്റ് അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ താണ്ട ആ എനിമി താഴോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീംമേറ്റിനെ എനിമി കൊന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ഡാമേജായിട്ട് USP ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനൊന്നും ഏൽക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ മറവിൽ നിന്നിട്ട് അവനെ വെടി വെക്കാമെന്ന് കരുതി നിൽക്കുവാണ്. അപ്പോഴത്തേനും അവനെ ഇവിടെ നിന്നിട്ട് ഞാൻ ഒരു HP അവനെ അടിച്ചിട്ടിട്ടുണ്ട്. എനിക്കാകെ ഒരു HP ഉള്ളു. ഞാൻ ഒന്നുകൂടി കിട്ടിയിരുന്ന ചത്തേനെ. അപ്പോൾ ഗെയ്സ്, അടുത്ത റൗണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഗെയ്സ്, അടുത്ത റൗണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ AW ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗെയ്സ്, നമ്മൾ AW വെച്ച് കളിക്കാമെന്നുള്ള രീതിയിൽ പോവാണ്. അപ്പം നമ്മൾ AW മറ്റേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയ്സ്, നമ്മൾ ഇതിലേ അങ്ങ് പോകാം. എനിമീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ആയതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അവർ വല്ലതും സൈഡിൽ കൂടി വല്ലതും റഷ് ചെയ്ത് കയറി വരുമെങ്കിൽ നോക്കാം. അപ്പോഴത്തേക്കിനും അവിടെ നമ്മുടെ ഒരു ടീംമേറ്റിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ വീട്ടിൽ 2 പേര് അവിടെ നിൽക്കുന്നു. അപ്പം അവന്മാരെ ആ ജനലിൽ കൂടി അടിച്ചിടാമെന്നുള്ളൊരു നോക്കിയതാണ്. പക്ഷേ പറ്റിയില്ല, അവന്മാരെ കണ്ടില്ല. സൈഡിൽ നോക്കിയപ്പം ഒരുത്തൻ വെളിയിൽ ഇറങ്ങിയിട്ട് അകത്തോട്ട് കയറിപ്പോയി. നമുക്കപ്പം എന്തായാലും അടിച്ച് നോക്കാം. അകത്തൂടി കയറി അവന്മാരെ അടിച്ച് നോക്കാം. അപ്പോൾ നോക്കിയപ്പം ഒരടി കൊടുത്ത് അവനെ നോക്കാക്കിയിട്ടുണ്ട്. അവനെ റിവൈവ് ചെയ്യായിരുന്നു അവൻ്റെ ടീംമേറ്റും. അവനെയും കൂടി അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെയും അവന്മാർ റിവൈവ് ചെയ്യാമെന്ന് തോന്നുന്നു. റിവൈവ് ചെയ്യുക. പിന്നെയും മറ്റേ ഡ്രോൺ ഇട്ട് പിന്നെ റിവൈവ് ചെയ്യുകയാണ്. അപ്പോൾ സോൺ കയറി എന്തായാലും അവർ ചത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, എൻ്റെ ടീംമേറ്റ്സ് എല്ലാം ചത്തിട്ടുണ്ട്. ഗെയ്സ്, നമുക്ക് നോക്കാം അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ. ഇല്ല ഇല്ലെങ്കിൽ. അപ്പോൾ ഗെയ്സ്, പുറകെ കൂടി ഒരുത്തൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെയും കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട്. ഗെയ്സ്, നമ്മൾ സോണിൽ കയറിയിട്ട് ചത്തിട്ടുണ്ട്. നമുക്ക് ലൈഫ് HP കുറവായിരുന്നു. അപ്പോഴത്തേനും സോണിൽ കയറിയപ്പോഴത്തേനും HP പോയി ചത്തിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ്, അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് എടുക്കാൻ ട്രൈ ചെയ്യാം. നമ്മൾ P90 ആണ് എടുത്തിരിക്കുന്നത്. P90 വേണ്ടിയിട്ട് ഇപ്പോൾ VSS ആക്കിയിട്ടുണ്ട്. അപ്പോൾ VSS വെച്ച് കളിക്കാം നമുക്ക്. അപ്പോൾ ഗെയ്സ്, VSS വെച്ചാണ് നമ്മളന്ന് ഈ റൗണ്ട് കളിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ഈ വീട്ടിൽ കയറാം ഗെയ്സ്. വീട്ടിൽ മണ്ടയ്ക്കൊന്നും ഇരുന്ന് അടിക്കാം. ഗെയ്സ്, നമ്മൾ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് കയറുകയാണ്. വീടിൻ്റെ മണ്ടയ്ക്ക് നിന്ന് അടിച്ച് നോക്കാം അവന്മാരെ കാണുമെങ്കിൽ. അവിടെ ഒരുത്തൻ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അത് നല്ല ഡാമേജ് വന്ന് എന്നെ നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ ആ ക്യാരക്ടർ സ്കില്ല് ഇട്ടിട്ടുണ്ട്. ഈ സ്കില്ല് ഭയങ്കര ഒരു ലൊടക്ക് സ്കില്ലാണിത്. നല്ലപോലെ HP ഒക്കെ പോകുന്നതാണ്. അപ്പോൾ ഗെയ്സ്, നമുക്ക് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീംമേറ്റ്. നമുക്ക് മെഡിക്കിറ്റ് അടിക്കാം. അപ്പോൾ നമ്മുടെ ടീംമേറ്റിനെ അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവനെ റിവൈവ് ചെയ്തു. അപ്പോൾ താഴെ നല്ല അടി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം.
ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവനെ അടിക്കാനുള്ള ഇത്. അമ്മ 2 പേരുണ്ടെന്ന് തോന്നുന്നു, 3 പേരുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് 2 പേരും കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പം അവനെ കയറി അടിക്കാം ഗൈസ്. അവൻ P90 വെച്ചിട്ട് നമ്മളെ നല്ല ഡാമേജ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആ മാച്ച് ഡിഫീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ചെറുതായിട്ട് നെറ്റൊന്ന് പോയായിരുന്നു. അപ്പോൾ അതിന് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ താഴോട്ട് ഒരുത്തൻ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. മണ്ടയ്ക്ക് ഒരുത്തനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ എബിലിറ്റി ഇട്ട് നോക്കിയപ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെയും കൂടി ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട്. ഇടപെളിയും വെച്ചിട്ട് അവനെ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എബിലിറ്റി ഇട്ടിട്ടുണ്ട്. അടുത്ത് വല്ലതും ആരെങ്കിലും നിൽപ്പുണ്ടോന്നും. പക്ഷേ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ താഴോട്ട് ചാടിയിട്ടുണ്ട്. അവൻ ഇച്ചിരി ഒരു ഇടപെളിയും വെച്ചിട്ട് ഒരു അടി കൊടുത്ത് പകുതി HP കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്ത് മറ്റേ ഒരു കൊച്ച് നിൽക്കുന്നു. ആ കൊച്ചിനെയും കൂടി അടിച്ചിട്ടുണ്ട്. ആ കില്ല് നമുക്ക് കിട്ടി. അത്തേനും ഇവൻ അവിടെ ഗ്ലൂവാളിട്ട് മെഡിക്കിറ്റ് അടിക്കാൻ തോന്നുന്നു. അപ്പോൾ അവൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നോക്കാം, അവനെ നമുക്ക് അടിച്ച് നോക്കാം. താഴെ മറ്റേ ക്യാരക്ടർ സ്കില്ല് ഇട്ടിട്ടുണ്ട്. നമ്മൾ വേഗം അവനെ ഇപ്പോൾ അടിച്ച് നോക്കാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് ഒരുത്തൻ നമ്മളെ അടിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയും വെച്ചാന്ന് തോന്നുന്നു. താഴെ നിന്നൊരുത്തൻ നമ്മളെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് കമ്പാക്ക് അടിച്ചേ പറ്റത്തുള്ളൂ, അല്ലേ കളി പോവും. അപ്പം നമുക്ക് നോക്കി കൊടുക്കാം. ഞാനിപ്പോൾ ബൈസണും AWയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ അപ്പുറത്ത് നല്ല പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. അവർ നല്ലപോലെ അടിക്കുന്നുണ്ട്. പ്ലീസ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ AW എടുത്തിട്ട് ഇവിടെ ഒന്ന് നോക്കിയപ്പം അവിടെ ഒരുത്തനുണ്ട്. അവനിച്ചിരി ഡാമേജ് കൊടുത്തു. പിന്നെ ഞാൻ ഇച്ചിരി ഡാമേജ് കൊടുത്ത് ബൈസൺ ഇട്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ അവനെ റിവൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അവനെ റിവൈവ് ചെയ്ത് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്നെ ദൂരെ നിന്ന് ആരോ അടിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ വീണിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആ മാച്ച് അങ്ങനെ ജയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് ഏസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അടുത്ത മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോഴും AWയാണ് എടുത്തിരിക്കുന്നത്. AWയും പിന്നെ അവിടെ കിടന്ന ഒരു VSS എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ കളി നമുക്ക് കംബാക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നു പോയത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് കൂടി അടിക്കണേ. ഗൈസ് നമുക്കിവിടെ നിന്ന് നോക്കാം, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഗൈസ് അവിടെ ഒരുത്തനുണ്ടെന്ന് തോന്നുന്നു. അവൻ നമ്മൾ ആദ്യം ഷൂട്ട് കൊടുത്ത് കൊണ്ടില്ല, രണ്ടാമത് കൊടുത്ത് അവൻ നോക്കായിട്ടുണ്ട്. ഗൈസ് അവൻ അവിടെ ഇരിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അങ്ങനെ എന്തായാലും നോക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ആരോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എനിമി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ആ ഒരു വീടിൻ്റെ ഉണ്ടാക്കി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ടീമേറ്റ് അവിടെ ഉണ്ടായിരുന്നു, അവനെ നോക്കാക്കിയിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് നമുക്കിവിടെ നിന്ന് നോക്കാം. ഗൈസ് ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരുത്തം ഉണ്ടാക്കി താഴെ ഇട്ട് ചാടിപ്പോയെന്നുണ്ടായിരുന്നു. അവനൊരു പകുതി HP കൊടുത്ത് രണ്ടാമത് ഒരു അടി കൊടുത്ത് അവനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പം അവിടെ മറ്റേ ഒരു കൊച്ചവിടെ നിൽക്കുന്നു. ആ കൊച്ചിനും കൂടി കൊടുത്ത് നോക്കാക്കി. രണ്ടാമത് ഈ വൂക്കോങ് കയറി വന്ന് അവൻ ആദ്യം AWയും കൊടുത്തിട്ട് VSS ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളി നമ്മൾ വിക്ടറി അടിച്ച് എയ്സ് ആയിരുന്നു എൻ്റെ. ഗേസ് നമ്മൾ എയ്സ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ കംബാക്കാണിത്. അപ്പോൾ ഗേസ് ഇത് നമുക്ക് ജയിക്കാൻ പറ്റുമോ, ബൂയി അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം AWയും VSSും ആണ് നിലവിലുള്ളത്. അപ്പം ഞാൻ ഡബിൾ AWയും ആക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കാം. ഇപ്പം നമുക്ക് കയറി ഈ കളി അങ്ങ് ബൂയി അടിക്കാം. ബൂയി അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടയറി ചാടി മണ്ടയ്ക്കോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരുത്തൻ അവൻ ഇച്ചിരി HP കൊടുത്തിട്ട് AWയും വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അവന് ഇച്ചിരി HP പോയിട്ടുണ്ട്. ഞാനപ്പോൾ ഇവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. ഇനി പുറകിൽ നിന്ന് കാണാൻ കയറി വരുമെങ്കിൽ അടിച്ചാൽ നമ്മൾ അറിയത്തില്ല, അതുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കുഴിയുടെ ഇവിടോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴും നമ്മളെ ടീംമേറ്റിനെ കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അവിടെ നിൽക്കുന്നു. അവൻ ഒന്നുകൂടി കൊടുത്തു. അവനിപ്പം 2 പ്രാവശ്യം AW ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടും ചാവുന്നില്ല. നോക്കാം ഗൈസ് നമുക്ക്. പിന്നെ ഒരു വൂക്കോങ്ങയില് വന്ന് അവനുകൂടി ഡാമേജ് കൊടുത്തപ്പോൾ പുറകിൽ നിന്ന് എനിക്ക് നല്ലൊരു ഡാമേജ് കിട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ഒന്ന് കയറി ചെല്ലുവാണ്. അപ്പോൾ ക്യാരക്ടർ സ്കില്ലിട്ടപ്പോൾ അവിടെ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ ഒരു കൊച്ചു നിൽക്കുന്നു. കൊച്ചിനെ നമ്മൾ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൂടി അടിച്ച് നമ്മൾ കളി ഇങ്ങനെ പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. അപ്പോൾ ഗൈസ് ബൈ.